ഇതിപ്പോ തന്നെ ജാഗ്രതയിലെത്തിക്കണം നീ. ദേവുവിന്റെ കയ്യില്. യെസ് ബോസ്. എന്നിട്ട് എത്രയും വേഗം ഒരു സ്പെഷ്യൽ എഡിഷൻ അച്ചടിച്ചു തുടങ്ങാൻ പറയണം ഇത് വെച്ച്. കഴിയുന്നതും അത്രയ്ക്ക് വിശ്വസിക്കാവുന്നവരൊഴിച്ച് സ്റ്റാഫിൽ മറ്റാരും അറിയാതെ, ഒന്നും ചോർന്നു പോകാതെ. ഗെറ്റ് മീ? യെസ് ബോസ്. Then hurry up fast. ഇല്ല വിശ്വജി, ഇതുവരെ ഒരു പത്രാഫീസർ എത്തിയിട്ട് അവന്റെ ഒടുക്കത്തെ ഫോട്ടോസ് ഉറപ്പാ എനിക്ക്. എന്നാലും അവൻ ഇതുവരെ പിടികിട്ടിട്ടില്ല എന്ന് പറയുമ്പോ ഇല്ലില്ല, ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്ക. എടോ വഴക്കാലി, പന്ന റാസ്കൽ, ആ ഫോട്ടോ എടുത്ത കഴിവേറിയെ പൊക്കിക്കൊണ്ടുവരാൻ പറഞ്ഞയച്ചപ്പോ അടിച്ച് വീലായി നടറോട്ടി കിടന്ന് ഉണങ്ങുന്നു പന്ന റാസ്കൽ. വഴക്കാലി, ശബ്ദിച്ചു പോരുത്, കൊന്നുകളെ ഞാൻ. നടക്കണം. Move. Now I think this Vishwanathan begged. Machine off here. മുൻപ് ഇവിടെ വന്നപ്പോ പറഞ്ഞിരുന്നു ഞാൻ നിന്നോട്, ഇനി ഒരു തവണ കൂടി വിശ്വനാഥന്റെ പേര് നിന്റെ ഈ പീറപത്രത്തിൽ അച്ചടിച്ചു പോയാൽ പിന്നെ എന്താണ് സംഭവിക്കുക എന്ന്.
എവിടെയാ നീ എടുത്ത ഫോട്ടോഗ്രാഫ്സ്? No, I won't give it to you. വരുതിക്ക് വരാത്തവരെ സംഹരിച്ചു തള്ളാൻ മടിയില്ലാത്ത വിശ്വനാഥനാണ് ചോദിക്കുന്നത്. ജീവൻ വേണമെങ്കിൽ പറഞ്ഞോ നീ. No. You- Hey, Vishwanathan, stop it! മോളെ You dirty son of a... അതേടി, നിന്റെ തന്ത ശേഖരനെയും പിന്നെ ഫിറോസിനെയും കൊന്നു തള്ളുമ്പോ ഒരു തരിമ്പ് പോലും വിറച്ചിട്ടില്ലാത്ത കൈ നീട്ടിയാ ഞാൻ ചോദിക്കുന്നത്. എവിടെ നെഗറ്റീവ്സ്? Come on, get me those negatives. No. ഓ, രക്തം ശേഖരന്റേതാകുമ്പോ പിന്നെ അവനവന് നൊന്താൻ നോവില്ല. ഇങ്ങനെ ഉറ്റവർക്ക് വേണം നോവാൻ. എങ്കിലേ അലിയൂ നീയൊക്കെ, അല്ലടി? പറയടോ അവളോട് വിശ്വനാഥൻ അനുസരിച്ചോളാൻ. ഇല്ലടോ, ഇതുകൊണ്ടൊന്നും തോപ്പിക്കാനാവൂല തനിക്ക് ഈ പത്രത്തിൽ. Marayata! Come on. എന്തു തീരുമാനിച്ചു നീ? Say yes or no. പറയടി. ഇനി എന്താ? ജാഗ്രതയുടെ തലതൊട്ടപ്പനായി ശേഖരം പ്രതിഷ്ഠിച്ചു വെച്ച ഇയാടെ ഈ നരച്ച ഗാന്ധിയം തലച്ചോറുകൂടി ചിതറുന്നത് കണ്ടേ തീരുന്നുണ്ടോ നിനക്ക്? ഒന്ന് തോറ്റു തരാൻ. മോളെ അരുത്, വേണ്ട. Relax! Come on. Hurry up. എടുക്കാൻ. എടി, I said stop there, you! come on. Come on, shoot. ഇനി പോലീസിനെ വിളിക്കാൻ തനിക്ക്. ഞാൻ സഭാപതിയാണ്, DIG. ഞാൻ ജാഗ്രതയാണ്. അതെ, ശേഖരേട്ടന്റെ പത്രം. താൻ SP ഒരു ഇമ്മീഡിയറ്റ് മെസ്സേജ് കൊടുക്കണം, പെട്ടെന്ന് ഇവിടം വരെ എത്താൻ. അതെ, വിത്ത് ഫോഴ്സ്. ഒരു മർഡർ കേസ് എന്ന് പറയണം. അതായത് തന്നോട് പോലീസിനെ വിളിച്ചു വരുത്താൻ ആവശ്യപ്പെട്ടപ്പോ അത് കൊലക്കുറ്റം ഏറ്റുപറഞ്ഞ് എനിക്ക് സ്വയം കീഴടങ്ങാൻ വേണ്ടിയാണെന്ന് താൻ ആശ്വസിച്ചു പോയെങ്കിൽ തനിക്ക് തെറ്റി. അതേടോ, വിശ്വനാഥനെ വെടിവെച്ച് വീഴ്ത്തിയത് നന്ദഗോപാലാണെന്ന് പുറം ലോകം അറിയില്ല ഒരിക്കലും, ഒരു കാലത്തും. പകരം കർത്തവ്യ നിർവഹണത്തിന്റെ ഭാഗമായി വിശ്വനാഥനോടും ആണ്ടവനോടും ഏറ്റുമുട്ടി അവരിരുവരെയും തന്റെ ഈ സർവീസ് റിവോൾവർ കൊണ്ട് വെടിവെച്ച് വീഴ്ത്തിയെന്ന് നിയമത്തിന്റെയും നീതിപീഠത്തിന്റെയും മുന്നിൽ DIG സഭാപതി ഏറ്റുപറയും. പറയിക്കും തന്നെ കൊണ്ട് ഞാൻ ദാ ഇത് വെച്ചിട്ട്. ആൻഡ് ഹിയർ ഇസ് യുവർ എവിഡൻസ്. വിശ്വനാഥനെ കൊന്നതിന് തനിക്ക് വേണ്ടുന്ന തെളിവ്. ആൻഡ് മൈൻഡ് യു, ദാ ഇതിങ്ങനെ എന്റെ കയ്യിൽ തന്നെ ഉണ്ടാവും ഭദ്രമായിട്ട് എന്നും. പിന്നെ ഇതിന്റെ നെഗറ്റീവ്സും അത് മറക്കണ്ട. ഇനി വിശ്വനാഥന്റെ മരണം ഏറ്റെടുക്കാൻ തനിക്ക്
പിന്നതാ ഇതും. നൗ ഗെറ്റ് റെഡി ഫോർ ദ ഗ്ലോറി.